സാറേ, നവീൻ ബാബുവിൻ്റെ മരണം ഇപ്പോൾ പുതിയ ഒരു നീക്കം എന്നുള്ളത് അവരുടെ കുടുംബം തീരാവേദനയിലാണ്. നമുക്കറിയാം, കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു മരണമാണ്. അതിൽ പലപ്പോഴും ആ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തിയില്ല എന്നുള്ള ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നു. പി ദിവ്യ ഉൾപ്പെടെ, കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉൾപ്പെടെ ആരോപണ വിധേയരായി. അവർക്ക് സ്ഥാനമൊഴിയേണ്ടി വന്നു, പാർട്ടി തരം താഴ്ത്തി വെച്ചു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് നവീൻ ബാബുവിൻ്റെ മരണത്തിലെ നമുക്ക് പല കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന പലതും പുറത്തു വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം കുടുംബം കോടതിയിൽ പോയിരിക്കുകയാണ്. കാരണം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ തെളിവ് സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് കുടുംബം പോയിട്ടുള്ളത്. അവർ കോടതിയിൽ പോയിരിക്കുന്ന ഫോൺ വിളിച്ചതിൻ്റെ വിശദാംശങ്ങൾ, അതുപോലെ CCTV ദൃശ്യങ്ങൾ, ഇതെല്ലാം സംരക്ഷിക്കാൻ BSNL ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, വോഡാഫോൺ അധികൃതർ എന്നിവർക്ക് നിർദ്ദേശം നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പി ദിവ്യ, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അരുൺ, അതുപോലെ പ്രശാന്ത്, അയാളാണ് ഈ പെട്രോൾ പമ്പിന് വേണ്ടിയിട്ട് ലൈസൻസ് എടുക്കാൻ പോയത്. ഇവരുടെ എല്ലാം ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ, ഒക്ടോബർ 1 മുതൽ 15 വരെയുള്ള മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ, ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണം എന്നും കൂടെ ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ദിവ്യയുടെയും കളക്ടറുടെയും സ്വകാര്യ ഫോണിലെ വിളികളുടെയും രേഖകൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. അത് പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അതുപോലെ തന്നെ ഈ കളക്ടറേറ്റ്, അതുപോലെ മുനീശ്വരൻ കോവിൽ, റെയിൽവേ സ്റ്റേഷൻ പരിസരം, പ്ലാറ്റ്ഫോം, പള്ളിക്കുന്ന് എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇദ്ദേഹം അന്ന് അവിടേക്കെല്ലാം പോയിട്ടുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. അപ്പോൾ കുടുംബം കോടതിയിലെത്തിയിരിക്കുകയാണ്. ഇനി കോടതിയാണ് രക്ഷ. 23-ന് കോടതി ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യും. നമ്മൾ വളരെ ജോൺജി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിലീപിൻ്റെ കേസ് വന്നല്ലോ. അതെ, ഭാവനയുടെ ദിവ്യയുടെ കേസ്. ആ കേസിലും തെളിവുകൾ കിട്ടാനും, ടേപ്പ് റെക്കോർഡർ കിട്ടാനും, മൊബൈൽ കിട്ടാനും ഒക്കെ കോടതി വല്ലാതെ ഇടപെടേണ്ടി വന്നു. അപ്പം FIR, ഒരു കേസ് ഉണ്ടായാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ FIR ആണ്. അതെ, FIR-ൽ വെള്ളം ചേർത്താൽ പിന്നെ വലിയ പാടാണ്. കാരണം അത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടൊന്നുമില്ല, അവിടെ പോയി കണ്ട് സ്പോട്ടിലെ തെളിവെടുപ്പാണത്. അപ്പം മുതൽ ചെയ്യേണ്ടത് ആദ്യം FIR എടുക്കുന്ന മൊമെൻറ്റിൽ ഗവൺമെൻറ് ഏജൻസി ചെയ്യേണ്ടതാണ്, ബാക്കിയെല്ലാം ഫ്രീസ് ചെയ്യണം. അല്ലെങ്കിൽ സ്പേസ് സമയം കിട്ടിയല്ലേ. അതെ, ഫോർമാറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ സെക്രട്ടേറിയറ്റിലെ മറ്റേ എന്താണ് മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ്, അത് ഫോർമാറ്റ് ചെയ്തതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ആ സെക്കൻഡിൽ ഇത് സീസ് ചെയ്യണം. അവർ വന്ന് റൂം അവിടെ റിബൺ കെട്ടും, അടയ്ക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമല്ലോ. ഒരു ആത്മഹത്യ നടന്നാൽ ആ റൂം അവർ അടച്ചിടും, പിന്നെ പോലീസ് ഗ്രൗണ്ടിൽ കയറാകില്ല. അങ്ങനെ പല ഫിംഗർ ടിപ്പ് പോലും എന്താണ് ഒരു വയ്ക്കുന്ന പോലും, നമ്മൾ ഫിംഗർ ടിപ്പ് വെച്ചാൽ പോലും, അല്ലെങ്കിൽ കാൽപ്പാട് കൊണ്ട് വെച്ചാൽ പോലും അഡീഷണൽ തെളിവ് വരാനും വേറൊരു തെളിവ് ആയിപ്പോകാനും, ഈ ഉള്ളത് മാഞ്ഞു പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അത്ര സേഫായിട്ടാണ് സൂക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നില്ല. ആദ്യമേ സീസ് ചെയ്യണമായിരുന്നു. അതെ 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 ഫസ്റ്റ് സീസ് ചെയ്യണം. CCTV ക്യാമറ എടുത്തു മാറ്റാം. അതിനകത്ത് പതിനെണ്ണം എല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ തീ പിടിച്ചപ്പോൾ ആ പാർട്ടി മാത്രം കാണാനില്ല, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പുറമുണ്ട് ഇപ്പുറമുണ്ട്, നടക്കുള്ള ഇല്ല എന്ന് പറയില്ല നമ്മൾ എന്ന് പറയുന്ന പോലെയാണ്. ഇല്ല, ഇതൊരു വലിയ വിഷയമാണ്. അപ്പോൾ CCTV അന്ന് തന്നെ CCTV അപ്പോഴേ അറസ്റ്റ് ചെയ്ത് അതുപോലെയുള്ള CCTV ലോക്കറിൽ പോകണം, മൊബൈൽ ഫോൺ ലോക്കറിൽ പോകണം, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ലോക്കറിൽ പോകണം, പോലീസിൻ്റെ. അതൊന്നും നടക്കുന്നില്ല. നടക്കാതെ വന്നിപ്പോൾ അവരെവിടെ പോയിരിക്കുക? ഇപ്പോൾ കോടതി പോയിരിക്കുക. അങ്ങനെ നടക്കാതിരുന്നതുകൊണ്ടാണ് അതിനകത്ത് ദുരൂഹത വരുന്നത്. ഇനി കോടതി എന്തെങ്കിലും തലമുടി നാലിടയ്ക്ക് വ്യത്യാസം വന്നാൽ മറ്റേ ആളിന് ആനുകൂല്യം കിട്ടും. പ്രതി എന്ന് പറഞ്ഞ് ഇവർ ആരോപിക്കുന്നവർക്ക് ആനുകൂല്യം കിട്ടും. അപ്പോൾ വേണ്ട മേൽക്കോടതി പോകണം. ഇതൊക്കെ സാധാരണക്കാരന് നടക്കുന്ന കാര്യമാണോ? അല്ല. ഇതൊരു ADM ആയതുകൊണ്ട് ചിലപ്പോൾ അവർ വൈഫിന് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കൊണ്ടു നടക്കും. ഇവിടെ മധുവിൻ്റെ കേസ് വന്നു, നൂറുകണക്കിന് കേസുകൾ വന്നില്ലേ. എന്തുമാത്രം തെളിവുകളാണ് നശിപ്പിച്ചത്. നമ്മളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ഉണ്ടല്ലോ, മറ്റേ ഇവിടെ പഠിച്ചില്ലേ, അവൻ്റെ പേരെന്താ, നമ്മുടെ കോഴിക്കോട് സിദ്ധാർത്ഥൻ. എവിടെ തെളിവ്? എവിടെ? ആ അമ്മ കിടന്ന് അരഞ്ഞുകൊണ്ട് നടക്കുന്നത് കേരളത്തിൽ. ഗതിവിട്ട പ്രേതം പോലെ ഇങ്ങനെ അമ്മ പ്രേതം പറയാൻ പറ്റില്ല, അമ്മ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. എവിടെ? മറ്റേ അതുപോലെ പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ വേറെ കോളേജിൽ, മറ്റേ പൂക്കോട്ട് കോളേജിൽ, വയനാട്, തിരുവനന്തപുരത്തുകാരനായിരുന്നല്ലോ പയ്യൻ, അവനെ എല്ലാവരും കൂടെ അടിച്ച് കൊന്ന പോലെ കൊന്നില്ലേ. എവിടെ? തെളിവുകൾ നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരിക്കുകയാണ് പോലീസിന്. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ തെളിവേ ഉണ്ടാവില്ല. ഞാനൊരു സ്ഥലം പറയുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രാമത്തിൽ
ഒരു പോലീസുകാരൻ ഒരു ഹരിജൻ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി വേറൊരു ഉയർന്ന സമുദായത്തിൽപ്പെട്ട ആൾ കണ്ണും കായലും കൈയും പൈസയൊക്കെ കൊടുത്ത് കാണിച്ച് വെളുപ്പാങ്കാലം ഇവിടെ വരാൻ പറഞ്ഞു. ഈ പെൺകുട്ടി 1.5 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതറിയാം. അന്ന് CCTV ഇല്ല, നാട്ടിൽ CCTV ഒന്നുമില്ല. പലരും കണ്ടു, അങ്ങോട്ട് കയറി പോകുന്ന കണ്ടു, ആ വഴിയിലോട്ട് കയറി പോകുന്ന കണ്ടവരുണ്ട്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ അവിടുത്തെ കിണറ്റിൽ കിടക്കുകയാണ്. പെൺകുട്ടി കിണറ്റിൽ കിടക്കുന്ന പറയുമ്പോൾ പെൺകുട്ടി വേറെ വീട്ടിൽ ജോലിക്കുന്നതാണ്, പത്തനാപുരത്തുകാരി മറ്റുമാണ്. അപ്പോൾ ഞങ്ങളുമൊക്കെ അതിനെതിരെ സമരം ചെയ്തു ഇത് കണ്ടുപിടിക്കും. അപ്പം ഈ പയ്യൻ്റെ വീട്ടുകാർ നല്ല സാമ്പത്തികമുള്ളവരാണ്. അപ്പോൾ അവിടുത്തെ SI ഞങ്ങളിങ്ങനെ സംസാരിച്ചായിരുന്നു. സാറ് ചെറുപ്പക്കാരനല്ലേ, സാറ് ഞങ്ങളുമൊക്കെ ചെറുപ്പമല്ലേ, പയ്യന്മാരാണ്, സാറിന് ചെയ്യാൻ പാടുണ്ട്, സാർ എന്താണ് FIR ഒക്കെ സ്ട്രോങ് ആയിട്ട് എഴുതുന്നത് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ മരണം വരെ ഇങ്ങനെ ഓർത്തിരിക്കുന്ന വാക്കാണ്. എൻ്റെ കൈകൾ ബന്ധിതമാണ് മിസ്റ്റർ. അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതെനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ പേന എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആ മോളിൽ നിന്നുള്ള ബന്ധം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പിറകോട്ട് വലിക്കുകയാണ് എന്നെ. അവിടെ FIRൽ എനിക്ക് ഒന്നും എഴുതാനില്ല, ഞാൻ ഇത് ആത്മഹത്യയെന്ന് എഴുതാൻ പറ്റുള്ളൂ എനിക്ക്. എന്നിട്ട് പറഞ്ഞ് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനിത് എന്തെങ്കിലും ഒരു സംശയാസ്പദം എന്നൊക്കെ ഒരു വാക്ക് എഴുതി ചേർക്കാം. അങ്ങനെ എഴുതിയാൽ വീട്ടുകാർക്ക് കോടതിയിൽ പോയാൽ ചിലപ്പോൾ കുരുക്കഴിക്കാം. ചിലപ്പോൾ ഈ സംശയാസ്പദമായ സാഹചര്യം എന്നൊക്കെ എഴുതി പിടിപ്പിക്കാമെന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ എഴുതി. ഞങ്ങളുടെ ഒരു സമ്മർദ്ദം കൊണ്ട് പുള്ളി സത്യം എഴുതി. സത്യത്തിൽ അത് ആത്മഹത്യ ചെയ്തതല്ല, കൊലപാതകമാണ്. പോസ്റ്റ്മോർട്ടം പോലും സമയത്ത് കറക്റ്റായിട്ട് നടത്തിയില്ലെന്നേ. ഇത്ര വർഷമായതാണ് ഞാൻ പറഞ്ഞത്. അവർ നല്ല ഭരണ സ്വാധീനമുള്ളവരാണ്, ഭരണത്തിൽ നല്ല സ്വാധീനമുള്ളവരാണ്, പണമുണ്ടെന്നല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? പക്ഷേ ഇവരോട് കോടതി പോകണമെന്ന് പറയും. കോടതി അച്ഛനും തിരക്കപ്പെട്ട അച്ഛനും അമ്മ ഇല്ല, ആ കുട്ടിക്ക് ഇല്ല, അപ്പൂപ്പനും അമ്മമ്മേ ഉള്ളൂ. അവർ വന്ന് 2 ദിവസം കഴിഞ്ഞാൽ അവർ വരുന്നേ. എങ്ങനെയോ പത്രത്തിൽ വന്നേ, വലിയ വാർത്ത വന്നായിരുന്നു. അവർ വന്നപ്പോൾ അവർക്ക് ചെറിയ പൈസ കൊടുത്തു. അവർ സാധുക്കളല്ലേ, അവർ ഈ വയസ്സുകാലത്ത് എവിടെ കോടതി പോകാൻ? അല്ലെങ്കിൽ അവർ കോടതി പോകാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ കുറേ പേര് സമരം ചെയ്തു, ഞങ്ങളൊക്കെ കൂടെ സമരം ചെയ്തു. ഒരു കാര്യമില്ല, നമ്മളെയൊക്കെ അടിച്ചമർത്തിയത് കേസും വഴക്കുമായത്, അതിൽ ഒരു കാര്യമില്ല. ആ കേസ് അങ്ങ് പോയി. അന്ന് പോലീസ് പറഞ്ഞതാണ് എന്നോട്, SI പറഞ്ഞതാണ്, നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുന്നതിൽ കാര്യമില്ല. FIR വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രാഥമിക തെളിവുകൾ അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കറിലും പലത്തെ കൊണ്ടുപോകേണ്ടത് വളരെ പ്രധാനമാണ്. ഓരോ മണിക്കൂർ ഗോൾഡൻ മൊമെൻ്റ് ഉണ്ട്. ഓരോ ആക്സിഡൻറ്റിനും എല്ലാത്തിനും ഒരു ഗോൾഡൻ മൊമെൻ്റ് ഉണ്ട്, ഗോൾഡൻ അവറുണ്ട്. പ്രത്യേകിച്ച് ഡിസാസ്റ്ററിനൊക്കെ ഉണ്ട്, ആംബുലൻസ് കൊണ്ടുപോകുന്ന സമയം, അതൊക്കെ ഗോൾഡൻ അവറാണ്. നമുക്കൊരു ഹാർട്ടിന് പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് ഒരു പെട്ടെന്ന് ഇത് വന്ന് ഒരു ഗോൾഡൻ അവറുണ്ട്, അല്ലെങ്കിൽ ഗോൾഡൻ മിനിറ്റ് ഉണ്ട്, അതിനുമുമ്പ് ഹോസ്പിറ്റലിൽ എത്തിക്കണം തന്നെ. എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡൻ അവറുണ്ട്. ഈ എല്ലാ കേസിന് ഒരു ഗോൾഡൻ അവറുണ്ട്, അല്ലെങ്കിൽ ഗോൾഡൻ മൊമെൻ്റ് എന്നാണ്, ഗോൾഡൻ മിനിറ്റുകളുണ്ട്. അത് നശിപ്പിക്കാൻ പറ്റും, സാങ്കേതിക വിദ്യകൾ നശിപ്പിക്കാൻ പറ്റും. മൊബൈൽ തല്ലി പൊട്ടിച്ച് കളഞ്ഞാലോ എന്ത് റിക്കവർ ചെയ്യാനാ പിന്നെ? അപ്പോൾ തെളിവുകൾ അപ്പം തന്നെ എന്ത് ചെയ്യണം? അറസ്റ്റ് ചെയ്യണം. പിന്നെ പരിശോധിച്ച് തിരിച്ചു കൊടുക്കാം, അത് വേറെ വിഷയം. പക്ഷേ ഈ പ്രോസസ്സ് നടക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഒട്ടും നടക്കുന്നില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. പിന്നെ ഇങ്ങനെ കേസ് പറഞ്ഞ് വഴക്ക് പറഞ്ഞു പോകും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന, വീണ്ടും ജോൺ ജി എന്നെ അത്ഭുതപ്പെടുത്തും, ഇവർ CBI അന്വേഷണം പോലുള്ള ഒരു ഉയർന്ന അന്വേഷണം ഇവരാവശ്യപ്പെടുന്നുണ്ടോ? അങ്ങനെ വാർത്ത വന്നില്ലല്ലോ. വന്നോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. കുടുംബം ആവശ്യപ്പെടുന്നത് അവരെനിക്കൊന്ന് കോടതിയിൽ, ഈ ഇപ്പോഴത്തെ കോടതിയിൽ വിശ്വസിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു ഉയർന്ന പരിപാടി വരണ്ടേ? ഇതിപ്പോൾ അവർ സംശയാസ്പദമായില്ലേ? ഇത് വീണ്ടും സംശയമായില്ലേ അവർക്ക് വീണ്ടും സംശയത്തിലേക്ക് പോയില്ലേ? ഇതേവർ തെളിവ് നശിപ്പിക്കുമോ എന്നുള്ള സംശയത്തിലേക്ക് പോയില്ലേ? നശിപ്പിക്കപ്പെടാം, ഏതെല്ലാം സ്റ്റേജിൽ തെളിവ് നശിപ്പിക്കപ്പെടാം. നല്ല പോസ്റ്റ്മോർട്ടം പോലും ധൃതി പിടിച്ച് പോസ്റ്റ്മോർട്ടം ഓഫീസർക്ക് പൈസ മേടി. നമ്മൾ കാണുന്നതില്ല ഇവിടെ ഈ ലോകത്ത്. പോസ്റ്റ്മോർട്ടം ഓഫീസറോട് ഒരു ഫോൺ കോൾ വന്നാൽ, അല്ലെങ്കിൽ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നാൽ, നമ്മളെ കക്ഷിയാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് എഴുതുള്ളൂ. മാത്രമല്ല പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്ത് ബന്ധുക്കൾ വന്നിട്ടുണ്ടോ ആദ്യം അവർ ചോദിക്കും. ഞാനിതുപോലെ പല പൊതുകാര്യങ്ങൾക്കും കൊണ്ടുപോയിട്ടുള്ളതാണ് ബോഡി. രണ്ടാമത് വന്നിട്ടുണ്ട്, ശരി, ആരാ വന്നിരിക്കണത്? അടുത്ത ബന്ധു ആരാണ്? ഇതിലെ ഏറ്റവും അടുത്ത ബന്ധു ആരാ? അപ്പോൾ ഞാനാണ് സാറിന് മുന്നോട്ട്, നീ ഇയാൾ ബന്ധുവാണ്, അപ്പോൾ എന്നെക്കാൾ ബന്ധു ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ബന്ധുവിനെ വിളിക്കും, നമുക്ക് ഒപ്പിട്ട് കൊടുക്കാവില്ല, ബന്ധു പോകണം, ഒപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയും ഇത് കഴിഞ്ഞു, ബോഡി കൊണ്ടുപോകാം. ഇത് ഈ പ്രോസസ്സൊന്നും അവിടെ നടന്നില്ല. ഇവരിവിടെ നിന്ന് അങ്ങ് ചെന്നോ? ഇല്ലല്ലോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളിൽ നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ നടന്നതിനേക്കാൾ ദുരൂഹതയാണ് ഇപ്പോൾ നടക്കുന്നത്. നടന്നതേ ഒരു ദുരൂഹത, അത് ഇതുവരെ തെളിയിക്കാൻ പറ്റില്ല. അതിനേക്കാൾ ദുരൂഹമായ കാര്യങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് എന്തറിയാവോ? നമ്മുടെ ക്രമസമാധാന സംവിധാനത്തിലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും ജനങ്ങൾക്കുള്ള വിശ്വാസ്യത എന്ത് ചെയ്ത് വരും? അനുദിനം എന്ത് ചെയ്ത് വരുന്നുണ്ട്? കുറഞ്ഞ് പണത്തിന് മേൽ പരുന്തും പറക്കില്ല, അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും നമുക്കിവിടെ ചെയ്യാൻ പറ്റും,
അധികാരത്തിന് മുകളിൽ പരുന്ത് പറക്കില്ല എന്ന് പറയേണ്ടി വരും. പണത്തിന് മേൽ പരുന്ത് പറക്കില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പം നമ്മൾ പഠിക്കേണ്ടതാണ് അധികാരത്തിന് മുകളിൽ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ മുകളിൽ എന്തുകൂടെ പറക്കില്ല, പരുന്ത് പറക്കില്ല. നമുക്ക് വേണ്ടപ്പെട്ടവരാണോ, പരുന്ത് താഴ്ന്ന് പറക്കും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ പറക്കും. ഇതാണ് നമ്മൾ പുതിയ കാലത്തും കാണുന്നത്. ഇത് ഒരു അനാർക്കിയാണ്. അത് ഒരിക്കലും നമുക്ക് നമ്മളെപ്പോലുള്ളവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ശരി തെറ്റ് ചെയ്തവർ ജീവിക്കണം, തെറ്റ് ചെയ്തവർ അകത്താവണം. അതിന് കൂട്ടു നിൽക്കുന്നവർ, ഈ തെളിവൊക്കെ നശിപ്പിക്കുന്നവർ, തെളിവ് സമയത്ത് ശേഖരിക്കാത്തവർ, അവരും പ്രതിയാണ്. അതുകൊണ്ടല്ലോ തെളിവ് ശേഖരിക്കാത്തവരുണ്ടല്ലോ, അറിഞ്ഞു വെച്ചുകൊണ്ട് തെളിവ് ശേഖരിക്കാതിരിക്കുന്നവർ, അവരും ഇതിനകത്ത് കാലത്തിന് മുമ്പിൽ കണക്ക് പറയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.